പിണറായി വിജയൻ തന്നെ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മണിശങ്കർ അയ്യർ. സർക്കാർ സംഘടിപ്പിച്ച വിഷൻ 2031 പരിപാടിയിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ പരാമർശം. I have to fall at your feet, Chief Minister Pinarayi Vijayan, and say, please, sir, pick up the baton that the Congress has dropped. സിജോ വി ജോൺ ചേരുന്നു. സിജോ, കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന ഒരു നേതാവ് ഇങ്ങനെ ഒരു പരാമർശം ഉന്നയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്നത് കോൺഗ്രസ് എങ്ങനെ നേരിടുമെന്നാണ് വിചാരിക്കുന്നത്? 2031 കേരളം പിറന്നിട്ട് 75ാം വാർഷികം തികയാണ്. അങ്ങനെ ഈ 2031 കേരളത്തിന്റെ ഒരു വിഷൻ എങ്ങനെയായിരിക്കണം, കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ള ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ വിഷൻ 2031 എന്ന പേരിൽ കേരളത്തിൽ നടക്കുന്നത്, തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സെഷനിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും അതോടൊപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള മണിശങ്കർ അയ്യർ പങ്കെടുത്തത്. അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടിയിലാണ് അത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്. പിണറായി വിജയൻ തന്നെയാകും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനാൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്, പഞ്ചായത്ത് രാജ് രംഗത്ത് കേരളത്തിന്റെ 1ാം സ്ഥാനം പൂർണ്ണമായും ഉറപ്പിക്കാൻ നമ്മുടെ അനുഭവങ്ങളുടെയും അതോടൊപ്പം തന്നെ തോമസ് ഐസക്കിന്റെ ഉൾക്കാഴ്ചയുടെയും ഞാൻ അധ്യക്ഷനായിരുന്ന 5 വാല്യങ്ങളുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം നിയമഭേദഗതി കൊണ്ടുവരണം. എല്ലാത്തിനുമുപരി ആസൂത്രണ കമ്മീഷൻ പഞ്ചായത്തിൽ വിശ്വസിച്ചിരുന്ന കാലത്ത് VK രാമചന്ദ്രൻ തയ്യാറാക്കിയ ജില്ലാ ആസൂത്രണത്തെക്കുറിച്ചുള്ള കുറിപ്പും ഇതിനായി പരിഗണിക്കണം. രാജ്യത്ത് ഇന്ന് പഞ്ചായത്ത് രാജിനായി ശബ്ദമുയർത്താൻ അധികമാരും അവശേഷിക്കുന്നില്ല. അതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പക്കൽ ഞാൻ അപേക്ഷിക്കുന്നു, സർ, ദയവായി കോൺഗ്രസ് കൈവിട്ട ആ ദൗത്യം അങ്ങ് ഏറ്റെടുക്കണം. നന്ദി കേരളം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ്. ഈ സെഷനിൽ കോൺഗ്രസിന്റെ ആളുകളാരും പങ്കെടുക്കുന്നില്ല. നേരത്തെ തന്നെ ഇതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം വരികയും ചെയ്തിരുന്നു. പക്ഷെ അതിനിടയിലാണ് മണിശങ്കർ അയ്യർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുകയും ചെയ്യുന്നത്. അതിൽ ഏത് വിധേനയും UDF അധികാരത്തിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു ശ്രമമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നടത്തുകയും ചെയ്യുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ പ്രചരണമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് അത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വരുമ്പോൾ അത്തരത്തിലൊരു പരാമർശം നടത്തുകയായിരുന്നു. എന്തായാലും അതിൽ വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമാണ് ഇതിനുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്വാഭാവികമായും പിണറായി വിജയൻ തന്നെ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്നുള്ളൊരു വാക്കുകളിലൂടെ ഒരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തന്നെ അത്തരത്തിലൊരു പരാമർശം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിജോ, നിലവിൽ ഈ ഒരു പരാമർശത്തിനെതിരെ കോൺഗ്രസിന്റെ മറ്റേതെങ്കിലും നേതാക്കൾ മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, ഇതങ്ങനെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അല്പസമയം മുമ്പാണ് അത്തരത്തിലുള്ള ഒരു പരിപാടി നടന്നത്. ആ ഒരു സ്പീച്ചും അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നത്. അതിൽ നേതാക്കളാരും ഈ വിഷയത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണത്തെക്കുറിച്ചോ ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല. എന്തായാലും ഈ അദ്ദേഹത്തിന്റെ ഒരു പരാമർശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റാരുമല്ല, കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ്, മുൻ കേന്ദ്രമന്ത്രിയാണ് അത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മണിക്കൂറുകളിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അതിനുള്ള ഒരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി.